കുവൈറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് എബ്രോഡ് യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേഷൻ ചെയ്യുമ്പോൾ കുവൈറ്റ് PCC മാൻഡേറ്ററി ആണ്. അപ്പോൾ അവർ കൺഫ്യൂഷൻ അടിച്ച് പോകേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യും, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ എടുക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുവൈറ്റ് PCCയെ കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് അതെ പറയാം. കുവൈറ്റിൻ്റെ PCC എന്ന് പറയുമ്പം എല്ലാവർക്കും ഓർമ്മ കാണും. നമുക്ക് കുറച്ചൊരു 6 മാസം മുൻപ് വരേക്കും ഇത് ഫുള്ളി സ്റ്റക്ഡ് ആയിരുന്നു. കുറച്ച് അവിടുത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ട് PCC ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആർക്കും എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും എംബസി വഴിയോ കോൺസുലേറ്റ് വഴിയോ ഒക്കെ അത് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ ഇറ്റ് വാസ് വെരി ഹെക്ടിക്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേ വീണ്ടും നമുക്ക് കുവൈറ്റിൻ്റെ റീസ്റ്റാർട്ടഡ് ആയി. കുറച്ച് ചെക്ക് ലിസ്റ്റൊക്കെ കൂടുതൽ വന്നു. മുൻപെന്ന് വെച്ചാൽ ഒരു സിവിൽ IDയും പാസ്പോർട്ട് കോപ്പി ഉണ്ടെങ്കിൽ PCC കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുവൈറ്റിൻ്റെ PCC എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ വാലിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കുവൈറ്റിലെ സിവിൽ ID അവിടുത്തെ റെസിഡൻഷ്യൽ ID ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ആധാർ കാർഡ് ഉള്ള പോലെ അപ്പം അവിടുത്തെ മെയിൻ ഒരു ID ആണത് സിവിൽ ID എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണം. അത് എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വാലിഡ് ആയിരിക്കണം, ഇതായത് അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നില്ല. എക്സ്പയർഡ് ആയാലും അതിൻ്റെ ഒരു കോപ്പി കിട്ടിയാൽ മതി. ID നമ്പറാണ് നമുക്ക് മെയിൻലി വേണ്ടത്. പിന്നെ കുവൈറ്റിലെ വിസ സ്റ്റാമ്പ് ചെയ്ത വിസ പേജിൻ്റെ ഒരു കോപ്പി വേണം. പാസ്പോർട്ട് നമ്പർ, ഓൾഡ് പാസ്പോർട്ട് നമ്പറും വേണം, ന്യൂ പാസ്പോർട്ട് നമ്പറും വേണം. ചിലർ പുതിയത് മാത്രം അയക്കും, പക്ഷേ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടൊക്കെ ഏതാന്നുള്ളത് അയക്കില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, പിന്നെ വേണ്ടത് നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ പാസ്പോർട്ട് നമ്പർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് മതിയാവും കുവൈറ്റിൻ്റെ ഇത് PCC എടുക്കാനായിട്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് തന്നെ അയക്കുക. വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ 15 മുതൽ 20 വർക്കിംഗ് ഡേയ്സ് ആണ് ഡ്യൂറേഷൻ, PCC കിട്ടാനുള്ള ഡ്യൂറേഷൻ. അന്നേരം സ്കാൻഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 വർക്കിംഗ് ഡേയ്സും കൂടെ എടുക്കും. ഈ ഡോക്യുമെൻറ്റ് കുവൈറ്റിൽ നിങ്ങൾ വരണ്ടേ, അതിൻ്റെ ഒരു കൊറിയർ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 20-25 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് PCC ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കുവൈറ്റിൽ കുറേ നാൾ വർക്ക് ചെയ്ത ശേഷം വേറെ കൺട്രി, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രിയുടെ മൈഗ്രേഷൻ സമയത്താണ് PCC ചോദിക്കുന്നത്. ഗൾഫ് കൺട്രീസിന് ഡേറ്റ ഫ്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കൊന്നും PCCയുടെ ആവശ്യമില്ല. മറ്റു പ്രൊഫഷണൽസിന് അങ്ങനെ PCC ചോദിക്കുന്നില്ല. പിന്നെ ചില എംപ്ലോയീസ് ഡിമാൻഡ് ചെയ്യും ആ കൺട്രിയിൽ നിന്നുള്ള PCC വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന കേസിൽ മാത്രമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാനഡ, അയർലൻഡ്, UK, പിന്നെ എന്താണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ കൺട്രിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പേപ്പർ വർക്ക്സ് ഒത്തിരി ചെയ്യാൻ കാണും. ആ സമയത്ത് PCC മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാം വിത്തൗട്ട് എനി ഡൗട്ട് ടു ട്രൂ വേ. ഓക്കെ, ഇതന്നെ. അപ്പോൾ PCC എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ കൺട്രീസിൻ്റെ PCC എങ്ങനെ എടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കുവൈറ്റ് PCCയുടെ വാലിഡിറ്റി 3 months ആണ്. സിവിൽ ID ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുവൈറ്റിനെന്ന് പറയുമ്പോൾ വിസ പേജ് മാത്രം വെച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം, എങ്കിലും മാത്രമേ എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് കാണാം. ബൈ.